ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം, എളുപ്പത്തിൽ എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്കതൊന്ന് നോക്കാം. ഏതായാലും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്, ഇവിടെ ഇതിനാവശ്യമായിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഫയലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പിൽ ഒരു ഫയൽ സെറ്റ് ചെയ്യണം, ഒരു ഡോക്യുമെൻറ്റ് സെറ്റ് ചെയ്യണം. ആ ഡോക്യുമെൻറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിനാവശ്യമായിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ ഒരു ഫോൾഡറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ വർക്ക് ചെയ്യാം, വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഡോക്യുമെൻറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് കിട്ടുക. നോർമലി എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് കയറിപ്പോയി അങ്ങ് ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺഫ്യൂഷൻസ് വരും. ഈ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻസ് വരും. അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയില്ല, എങ്ങനെ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയില്ല. സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം നമ്മളൊരു പേജ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവരേണ്ടത് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. കളർ കൊടുക്കുകയാണെങ്കിൽ കളർ കൊടുക്കാം. അതല്ല, ഇപ്പോൾ ഞാനിവിടെ ഒരു കളർ കൊടുത്ത് കാണിച്ചു തരാം. കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കളറുകൾ നമുക്ക് ആവശ്യമുള്ള കളർ കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഗ്രേഡിൻ്റെ ആണെങ്കിൽ ഗ്രേഡിൻ്റെ കൊടുക്കാം. അതുമല്ല നമുക്ക് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഡൗൺലോഡഡ് ഇമേജ് ആണ്. ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്, ഒരു ഡൗൺലോഡ് ഇമേജ് ഇതിൽ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഇവിടെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇമേജ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. നോർമലി നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് പല ഡിസൈനേഴ്സിനും പല ഐഡിയാസാണ്. ഇപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ഫസ്റ്റ് തുടക്കത്തിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ദെൻ എൻ്റെതായൊരു ഐഡിയ, എൻ്റെതായൊരു ടെക്നിക്കുകളാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. പല ഡിസൈനേഴ്സിനും പല രീതികളായിരിക്കും. ഇപ്പോൾ എന്നേക്കാൾ എക്സ്പേർട്ടായിട്ടുള്ള, എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ രീതിയിൽ മാറ്റം ഉണ്ടാവും. ഞാനിവിടെ എൻ്റെ ഒരു രീതിയാണ് കാണിക്കുന്നത്, ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ബ്രാൻഡിനാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ബ്രാൻഡിൻ്റെ ലോഗോസ്, അതുപോലെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് കൊണ്ടുവരാം. ഇവിടെ ഞാൻ അവരുടെ ലോഗോ ആദ്യം കൊണ്ടുവരാം. ദെൻ അതിന് ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കാൻ പോവാണ്. ഒരു സൈസ് ഒരല്പം ചെറുതാക്കിയിട്ട് ഞാൻ അതിനൊന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ദെൻ വെബ്സൈറ്റ് ആൻഡ് കോൺടാക്ട് നമ്പർ, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ID ഇതുകൂടി വെച്ച് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ആക്ച്വലി ഇതൊക്കെ നമുക്ക് ഡിഫോൾട്ടായിട്ട് അറിയാം. പക്ഷേ ഇതിനി എങ്ങനെ സെറ്റ് ചെയ്ത് ഒരു പോസ്റ്ററാക്കി എടുക്കും എന്നുള്ളതാണ് നമ്മൾക്ക് കൂടുതലായി വരുന്ന ഡൗട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ സമയം ചെലവഴിക്കുന്ന ഒരു ഏരിയ ഇനിയാണ് വരുന്നത്. ഇതിൽ കൂടുതൽ ഡൗട്ടൊന്നും വേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഈ കൊണ്ടുവച്ചിരിക്കുന്ന എല്ലാ ഈ ലെയറുകളും, ഞാൻ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ലെയറുകളും ഞാൻ ഹൈഡ് ചെയ്തു. ആദ്യം എനിക്ക് ഈ ലോഗോ ആണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്യാൻ പോണേ. ലോഗോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ലോഗോ ചിലപ്പോൾ പ്ലേസ് ചെയ്യുക. അവിടെയാണ് പ്ലേസ് സാധാരണ ചെയ്യാറ്. അതല്ല, നമുക്ക് ലോഗോ താഴെ വെക്കണമെങ്കിൽ താഴെയും വെക്കാം. സോ നോർമലി ഞാനിവിടെ കൊണ്ടുവച്ചു. നമുക്കിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാം, കുഴപ്പമില്ല. അതല്ല, എനിക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെയും പ്ലേസ് ചെയ്ത് വെക്കാം, കുഴപ്പമില്ല. കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ ഞാനിവിടെ കൊണ്ടുവരാണ്. വേറൊരു രീതിയല്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ബട്ട് ഞാൻ അതിന് എന്താണത് കൊണ്ടുവരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൂട്ടർ സെറ്റ് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു ഡിസൈൻ, ഒരു ഫൂട്ടർ ഡിസൈൻ, നമ്മൾ വെബ്സൈറ്റിലൊക്കെ കാണുന്ന പോലെ എന്തെങ്കിലും ഒരു ഫൂട്ടർ ഡിസൈൻ ചെയ്തിട്ട് ആ ഡിസൈനിലേക്ക് നമ്മൾ ഈ ലോഗോസിനെയും ഡീറ്റെയിൽസിനെയും വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫൂട്ടർ ഡിസൈൻ ഓൾറെഡി ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് കൊണ്ടുവരാം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഫൂട്ടർ ഡിസൈൻ. വേറൊരു കാര്യം, ഇങ്ങനെ ഒരു ഡിസൈൻ ഈ സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്തതല്ല, ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലോഗോ, അതുപോലെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തത്. ഇത് എവിടുന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ഇമേജ് അല്ല. അപ്പോൾ
നിങ്ങൾക്കത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും എന്തിനായിരിക്കും ഈ ഒരു ഷേപ്പ് ഈ രീതിയിലുള്ള ഒരു കേർവ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചത് എന്നുള്ളത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എലിപ്സ് ഞാനവിടെ വരക്കാൻ പോവാണ്. ഓക്കെ, വരച്ചിട്ടുണ്ട്, ഞാൻ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ ഈ ഏരിയയിൽ കൊണ്ടുവെക്കും, ഇവിടെ ഇങ്ങനെ. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂടി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരല്പം മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ദെൻ ഇതിലേക്കാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ലോഗോ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലോഗോ ഓൺ ചെയ്യാം. ദെൻ ഈ സർക്കിളിലേക്ക് ഞാൻ എൻ്റെ ലോഗോ കൊണ്ടുവെക്കാം. ഇപ്പോൾ കണ്ടോ, ആ ലോഗോ സെപ്പറേറ്റ് ആയി ആ ഫൂട്ടറിൽ കാണണം. ഫൂട്ടറിൽ നമ്മൾ ലോഗോസും വെക്കും, അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വെക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ലോഗോ വെക്കുന്നതിലും നല്ലത് ലോഗോ ഒന്നുകൂടി എന്താണ്, ലോഗോ കുറച്ചുകൂടി കാണത്തക്ക വിധം നല്ല രീതിയിൽ വെക്കുന്നതായിരിക്കും, പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗോയിലാണല്ലോ അവരുടെ ബ്രാൻഡിങ് നടക്കുന്നത്. നമ്മൾ ഡിസൈനൊക്കെ ചെയ്തു, നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ആ ലോഗോ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ലോഗോ വളരെ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, അവരുടെ ബ്രാൻഡിങ്ങിനെ ബാധിക്കും. കാരണം ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ആ ബ്രാൻഡിനെ മനസ്സിലാക്കണം. ആ ബ്രാൻഡിങ് നടക്കണമെങ്കിൽ ആ ലോഗോ നമ്മൾ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യണം. നല്ലൊരു ബ്രാൻഡിങ് നടക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ ലോഗോ ഞാൻ ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എലിപ്സിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം. ഇപ്പോൾ വൈറ്റ് ആണുള്ളത്, അപ്പോൾ വൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കളർ എന്താണ് പറയുക, കളറിൽ പ്രോബ്ലം ഒന്നുമില്ല, വൈറ്റ് യൂസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാരണം അവരുടെ ലോഗോൻ്റെ കളറും വൈറ്റും തമ്മിൽ നോക്കുമ്പോൾ കുറച്ചൊരു പ്രശ്നമുണ്ട്. ആ ലോഗോ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എലിപ്സിന് ഞാൻ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മുടെ നിലവിൽ കൊടുത്തിരിക്കുന്ന ഫൂട്ടറിൻ്റെ സെയിം കളർ ഞാൻ പിക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഒരല്പം നമുക്ക് ഡാർക്കിലേക്ക് പോവാം, ഒരല്പം ഡാർക്കിലേക്ക് പോവാം. അപ്പോൾ ആ ലോഗോ കുറച്ചുകൂടി അട്രാക്റ്റീവായി അല്ലേ, കുറച്ചുകൂടി കാണുന്നുണ്ട് ഇപ്പോൾ ആ ലോഗോനെ. നേരത്തെ അത്ര വിസിബിൾ അല്ല, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ലോഗോ വിസിബിൾ ആക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കോൺടാക്ട് ഡീറ്റെയിൽ മൊബൈൽ നമ്പർ ഞാൻ ഈ ഒരു ഏരിയയിലായിട്ട് പ്ലേസ് ചെയ്യുകയാണ്. അതിന് അത്യാവശ്യം സ്പേസിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ദെൻ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുകയാണ്. ദെൻ നോർമലി നമ്മുടെ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി വെബ്സൈറ്റ്, അവരുടെ വെബ്സൈറ്റിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ വെബ്സൈറ്റ് ഞാൻ ഈ ഏരിയയിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കിയേ, അത്യാവശ്യം ആ ഫൂട്ടർ കാണാൻ കുറച്ച് ഭംഗിയായി അല്ലേ. ഇതിപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ലോഗോ ഒരു സൈഡിൽ വെച്ചിട്ട് ഡീറ്റെയിൽസ് മറ്റൊരു സൈഡിൽ പ്ലേസ് ചെയ്യാമായിരുന്നു, അതും ഓക്കെയാണ്. പക്ഷേ എൻ്റെ ഈ ഒരു ഡിസൈൻ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഈ ഒരു ഫൂട്ടർ ഡിസൈൻ, ആ കേർവ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തത് തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ലോഗോ, കോൺടാക്ട് ഡീറ്റെയിൽ, വെബ്സൈറ്റ്, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ നോക്കി അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനൊരു ഫൂട്ടർ ഞാൻ ചെയ്തത്. അല്ലാതെ ഇതൊരു ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുവന്നതല്ലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എന്താണ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ ഒരു ഫൂട്ടർ ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഡിസൈൻ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നോർമലി നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴും വെബ്സൈറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഒരു ഐക്കൺ അതിൻ്റെ കൂടെ പ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഡിസൈൻ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ അതും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഐക്കൺ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ ദെൻ നമുക്ക് വെബ്സൈറ്റിൻ്റെ ഒരു ഐക്കൺ വേണം. വെബ്സൈറ്റിൻ്റെ ഐക്കൺ നമുക്കിവിടെ കസ്റ്റം ഷേപ്പ് ടൂളിൽ ഒരു ഐക്കൺ കിടപ്പുണ്ട് വെബ്സൈറ്റിൻ്റെ, നമുക്കത് ചൂസ് ചെയ്യാം. അതെല്ലാം ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ എനിക്ക് വെബ്സൈറ്റിൻ്റെ ഒരു ഐക്കൺ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാൻ തീരുമാനിച്ചത്. ഇവിടെ ഒരു സാധനം ഉണ്ട്, അപ്പോൾ നമുക്കത് വെച്ച് കൊടുത്തിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഐക്കൺ തന്നെയാണ്. ഓക്കെ, അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിൻ്റെ ഈ കളറ് ഞാനിവിടെ രണ്ട് കളർ ചൂസ് ചെയ്യരുത്. ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ നമ്മളിപ്പോൾ മൊബൈലിൻ്റെ ഐക്കൺ കൊടുക്കുന്നു, അതുപോലെ വെബ്സൈറ്റ് ഐക്കൺ കൊടുക്കുന്നു. ഇപ്പോൾ മൊബൈലിൻ്റെ ഐക്കൺ കാണാൻ ഒരു കളറാണ്, വെബ്സൈറ്റ് ഐക്കൺ വേറൊരു കളറാണ്. അങ്ങനെ കൊടുക്കരുത്. എപ്പോഴും ഐക്കൺസ് യൂസ് ചെയ്യുന്നെങ്കിൽ ഐക്കൺസ് ഇപ്പോൾ 1, 2, 3 ഐക്കൺസ് ഉണ്ടെങ്കിൽ 3നും ഒരു കളറായിരിക്കണം. ഒന്നിന് വേറെ അങ്ങനെ കൊടുക്കരുത്. അതിൻ്റെ ക്വാളിറ്റിയിൽ അത് ബാധിക്കും, അങ്ങനെ ചെയ്യരുത്. സോ സെയിം ഈ കളർ തന്നെ ഞാൻ ഇവിടുന്ന്
പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സി കാണാൻ കുറച്ചുകൂടി ഭംഗിയാവും. സോ ഡിസൈൻ നോക്കൂ, അത്യാവശ്യം നേരത്തേക്കാൾ കുറച്ചുകൂടി ഭംഗി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐക്കൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്കൺ കൊടുക്കുകയാണെങ്കിൽ ഡിസൈനിന് നല്ലൊരു ക്വാളിറ്റി ഡിസൈൻ തന്നെ നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് ഇനി ഫൂട്ടർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഒരു നല്ലൊരു ഫൂട്ടർ ചെയ്തിരുന്നു. നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഡീറ്റെയിൽസ് മീൻസ് ലോഗോ, അതായത് ലോഗോ, അവരുടെ കോൺടാക്റ്റ് കാര്യങ്ങൾ, ഇതൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എല്ലാം വാരി വലിച്ച് കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ഈ എന്താണ് സാധാരണ പലരും ചെയ്യുന്നത്, നമുക്ക് ഇഷ്യൂ വരുന്നത് അവിടെയാണ്. നമ്മൾ ഈ ഒരു കണ്ടന്റ് കുറേ കിട്ടിക്കഴിഞ്ഞാൽ ആ കണ്ടന്റൊക്കെ വാരി വലിച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഡോക്യുമെന്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുക ഓരോ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ആദ്യം ചെയ്തത് നമ്മൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത്, രണ്ടാമത് ഞാൻ ഫൂട്ടർ ഡിസൈൻ, അതായത് ഫൂട്ടർ എന്നല്ല, ആ ഒരു ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ, ഒരു ഏരിയ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കാണാനൊരു രസമായി. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, ഇതൊന്നും ആവില്ല. ഇതിങ്ങനെ അവിടെ വെച്ച് ഇരുന്നിട്ട് നമുക്ക് ചെയ്തിട്ടൊരു ഔട്ടും കിട്ടുന്നില്ല. നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കും. ചിലപ്പോൾ നമുക്ക് അവസാനം മടുത്തിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ഏറ്റവും നല്ലത് നമ്മൾ അതൊന്നും ആലോചിക്കാതെ ആദ്യം ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് വരിക. നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ID സെറ്റ് ചെയ്യാം. അത് നമുക്ക് ടോപ്പിൽ ഇവിടെ ആയിട്ട് നമുക്ക് കൊടുക്കാം. ദെൻ ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഐക്കൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൂടി പ്ലേസ് ചെയ്യാം. ദെൻ അതിനൊരു കളർ ചൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ ഞാൻ ബ്ലെൻഡിങ് ഓപ്ഷൻസിലാണ് ഞാൻ ആ കളർ കൊടുക്കുന്നത്. ജസ്റ്റ് ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ ആ കളർ ഞാൻ അവിടെ പ്ലേസ് ചെയ്ത് ജസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഇനി നമ്മുടെ ഇമേജ്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ വരുന്നത്. നമുക്ക് ഏറ്റവും നല്ലൊരു ഡിസൈൻ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകളാണെങ്കിൽ പ്രൊഡക്റ്റിന് പ്ലേസ് ചെയ്യുക. അതിപ്പോൾ എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു മോഡലുകളെ, ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോസ്, അങ്ങനെയുള്ള ഫോട്ടോസാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. അങ്ങനെ ഒരു ഇമേജ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കട്ട് ചെയ്ത് PNG ഇമേജ് തന്നെ ഉണ്ട്. ഇവിടെ നമുക്കത് ആ ഇമേജ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇനി ഇതൊരു ഡിസൈനാക്കി മാറ്റാണ്. നമുക്ക് നോക്കാം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിതിനെ ഒരല്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് ചെറുതാക്കാം. ദെൻ ഒരല്പം ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് ഇനി ചെയ്യാനുള്ളത്, എനിക്ക് ഒരു കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ആ കണ്ടൻറ്റ് കൂടി ഞാൻ ഒന്ന് ഇവിടത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ നമ്മളെ കണ്ടൻറ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. ആ കണ്ടൻറ്റ് കൂടി കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാനൊരല്പം ചെറുതാക്കി. നമുക്ക് നോക്കാം എന്താണ് ഡെലീഷ്യസ് കോമ്പിനേഷൻ ഓഫ് മാജിക് പാസ്ത. ഇതാണ് നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ ഈ കണ്ടൻറ്റിനെ ഞാൻ ഒരു നല്ല ഭംഗിയാക്കി മാറ്റാം. നല്ലൊരു ഫോണ്ടും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. നമുക്ക് നിലവിലൊരു ഫോണ്ടുണ്ട്. ഞാൻ ഈ ഒരു ഫോണ്ട് കുഴപ്പമില്ല. ഈ ഒരു ഫോണ്ടാണ് ഞാൻ പാസ്ത എന്നുള്ള വേർഡും ചൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണ്ട് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ഒരല്പം ചെറുതാക്കി. ദെൻ ഡെലീഷ്യസ് കോമ്പിനേഷൻ ഓഫ് മാജിക് എന്നുള്ളതൊക്കെ അതൊന്ന് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ സെലക്ട് ചെയ്തിട്ട് ഞാനൊരല്പം റൊട്ടേറ്റ് ചെയ്തു. ബിക്കോസ് എനിക്ക് ഇങ്ങനൊരു ഡിസൈനാണ് വേണ്ടത്. കുറച്ചൊരു നമുക്കൊരു നല്ല ഭംഗിയായല്ലേ. ഓൾറെഡി എന്താണ് നമ്മുടെ ഇപ്പം നിലവിലുള്ള ആ പ്ലേറ്റ് ഒരല്പം റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റിനെയും ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ടുണ്ട്. സോ ദെൻ അതിനെ ഞാൻ താഴെ കൊണ്ടുവെക്കാം. നമ്മുടെ ഈ ഇമേജിന് ആ ഇമേജിൻ്റെ താഴെ ഞാൻ ആ ടെക്സ്റ്റിനെ കൊണ്ടുവച്ചു. ദെൻ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ഞാനൊരു അല്പം കൂടി താഴത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ ഡിസൈൻ അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ടുണ്ടല്ലേ. ഇനി നെക്സ്റ്റിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇത്ര മാത്രം ചെയ്താൽ ഒരു ഡിസൈൻ ആയോന്ന് വെച്ചാൽ ഡിസൈൻ ആയി, കുഴപ്പമില്ല. പക്ഷേ ഇനിയും നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് യൂസ് ചെയ്താൽ ഡിസൈൻ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇവിടെ ഫുഡ് കിടങ്ങുന്ന ഈ പ്ലേറ്റിന് ഞാനൊരു എഫക്റ്റ് കൊടുക്കുകയാണ്. ആ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഞാൻ തൽക്കാലം ഈ ടെക്സ്റ്റ് ലെയർ ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചു. ദെൻ ഈ പ്ലേറ്റിൻ്റെ ലെയറിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ റാസ്റ്ററൈസ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഫിൽറ്ററിൽ എനിക്ക് ബ്ലർ ഓപ്ഷനിൽ മോഷൻ ബ്ലർ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഓപ്ഷൻ കൊടുത്തിട്ട് ഞാനൊരല്പം ഇതിനെ 90 ഡിഗ്രിയിലേക്ക് മാറ്റിയതിന് ശേഷം 90
മിസ്റ്റേക്ക് 90 ഡിഗ്രിയിലേക്ക് മാറ്റിയതിന് ശേഷം ഒരല്പം മോഷൻ ബ്ലർ അപ്ലൈ ചെയ്തു. ഓക്കെ, ദെൻ ഈ ഏരിയയിലുള്ള മോഷൻ ബ്ലറൊക്കെ ഞാൻ എറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഇമേജിൻ്റെ താഴെ വെച്ച് കൊടുത്തു. ഇപ്പോൾ നോക്കി കുറച്ചൊരു രസമായിട്ടുണ്ട്. നമുക്ക് പോരാ, ഇത്രയും ഇത് പോരാ, എനിക്കിനിയും ഭംഗിയാവണം. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഏരിയയിലൊക്കെ ഉള്ളത് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയാണ്. റിമൂവ്. ഓക്കെ, അല്പം റിമൂവ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു കോപ്പി കൂടി അതിൻ്റെ എടുത്തു. ആ ഒരു കോപ്പിക്ക് വീണ്ടും ഞാൻ മോഷൻ ബ്ലർ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, കുറച്ചുകൂടി അതിൻ്റെ എഫക്റ്റ് മാറിയിട്ടുണ്ട്. ആ എഫക്റ്റിൽ എനിക്ക് അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഏരിയാസിലുള്ളതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്, ജസ്റ്റ് എറേസ് ചെയ്ത് കളയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഇമേജ് നോക്കിയേ, മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു എഫക്റ്റാണ് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ. അത്രയും ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരല്പം എഫക്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വീഴുന്ന രീതിയിലുള്ളൊരു എഫക്റ്റ് അപ്പോൾ അത്യാവശ്യം ഭംഗിയിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി ഒന്ന് ഭംഗിയായില്ലേ അല്ലേ? ഇത്രയും ചെയ്ത് ഇത് പോരാ, എനിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം. എങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല, കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ച് എലമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു എലമെൻറ്റ് ഞാൻ കൊണ്ടുവരാം. ഞാൻ ഇവിടെ ഇതിങ്ങനെ പ്ലേസ് ചെയ്യണം. കണ്ടോ, ആ ഒരു എലമെൻറ്റ് കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്ക് ഡിസൈൻ കുറച്ചുകൂടി ഭംഗിയായി അല്ലേ? ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സുകൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഡിസൈനിന് കുറച്ച് ഭംഗി കൂടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് കൂടി യൂസ് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നതിൽ നല്ലതായിരിക്കും. നമ്മൾ വെറുതെ നമ്മുടെ ഒരു ഇമേജും ടെക്സ്റ്റ് കണ്ടന്റും മാത്രം ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നതിൽ നല്ലത് എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ് കൂടി നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും. ഇത്രയും ചെയ്താൽ തന്നെ നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആയി. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസൈൻ ആയിട്ടുണ്ട് അല്ലേ? സോ ലെഫ്റ്റ് കോർണറിൽ ഒരു ബ്ലാങ്ക് ഫീൽ ചെയ്യുന്ന പോലെയുണ്ട്. അവിടത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്യാണ്. സ്റ്റാർട്ട് വിത്ത് ഹാപ്പി എന്ന് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ഞാൻ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഒരു എഫക്റ്റ് കൂടി, ബ്ലെൻഡിങ് എഫക്റ്റ് കൂടി കൊടുത്തു. അപ്പോഴത്തേക്ക് നോക്കിയേ, അതും കൂടി വന്നപ്പോഴത്തേക്ക് ഡിസൈൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായി മാറി. നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല രീതിയിൽ ഡിസൈനുകൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരല്പം സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കുക. ആദ്യം തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ മാക്സിമം നമ്മൾ എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഡിസൈനുകളൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. നമ്മൾക്ക് ഒരുപാട് ട്യൂട്ടോറിയൽ കാണുക എന്നുള്ളത് കൊണ്ടോ ഒരുപാട് ഇതുപോലുള്ള വീഡിയോസ് കാണുന്നത് കൊണ്ടൊന്നും നമുക്കൊരിക്കലും ഒരു നല്ല ഡിസൈനർ ആവാൻ പറ്റില്ല. നമ്മൾ നല്ലൊരു ഡിസൈനർ ആവണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലൊരു വീഡിയോ കണ്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഏറ്റവും നല്ലൊരു ഡിസൈനർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഏത് ലെവലിലുള്ള ഡിസൈനുകളും ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.